ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പർ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഹാമ്പർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എലഗൻ ലുക്കിൽ നമുക്ക് എങ്ങനെ ഒരു ഹാമ്പർ സെറ്റ് ചെയ്യാം, അതുപോലെ ഫ്ലവേഴ്സ് എത്രത്തോളം അടിപൊളിയാക്കി ചെയ്യാം, ഇതിൻ്റെയൊക്കെ ഒരു ടിപ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം. ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് മൂവ് ചെയ്യുന്നത് ട്രോളി ഹാമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളെ കസ്റ്റമർ ട്രോളി ഹാമ്പർ ആയിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ട്രോളിയും ചോക്ലേറ്റും ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമർ തന്നെ കൊണ്ടു തന്നതാട്ടോ. അപ്പോൾ ഈ ഒരു ട്രോളി ഭയങ്കര ചെറുതായത് കാരണം നമുക്കിതിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രസ്സും ഖുറാനും അതുപോലെ നട്ട്സൊക്കെ നമ്മൾ സെപ്പറേറ്റ് ബോക്സിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായത്. നമ്മൾ ഈ ഒരു ട്രോളി നിറച്ചും ചോക്ലേറ്റ് ആണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ചോക്ലേറ്റൊക്കെ ഫില്ല് ചെയ്ത് നമ്മൾ ട്രോളി ക്ലോസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡ്രസ്സാട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായത്. ഡ്രസ്സ് വെക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ആക്രിലിക്കിൻ്റെ ബോക്സ് ആട്ടോ. ഇതിൻ്റെ താഴെയിലായിട്ട് വുഡിൻ്റെ ഒരു ട്രേ ആണ് വരുന്നത്. പിന്നെ ഈ ഒരു എഡിറ്റിംഗ് ടൈമിലാണ് നമ്മൾ ഡ്രസ്സ് സെറ്റ് ചെയ്ത് വീഡിയോ മിസ്സായത് അറിയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അത് മിസ്സായി പോയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായത് ഈ ഒരു ആക്രിലിക്കിൻ്റെ ട്രേയിൽ നമ്മുടെ ഖുറാന്, മുസല്ല, അതുപോലെ അതിൻ്റെ കൂടെ തന്നെ തസ്ബിയും ഒരു ബുക്ക് മാർക്കും ഉണ്ടായിരുന്നേ. ഇതും ആക്രിലിക്കിൻ്റെ ബോക്സ് ആട്ടോ. ഇതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് വരുന്നത് വൈറ്റ് ട്രേ ആണ്. അപ്പോൾ ഈ ഒരു ആക്രിലിക്കിൻ്റെ ബോക്സിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ സൈസ് അനുസരിച്ചിട്ടാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഡ്രസ്സൊക്കെ വെക്കാൻ യൂസ് ചെയ്തതിന് അത്യാവശ്യം നല്ല റേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കസ്റ്റമറോട് ചോദിച്ചിട്ട് അവർ ഓക്കെ ആണെങ്കിൽ മാത്രം ഇത്തരത്തിലുള്ള ബോക്സസ് യൂസ് ചെയ്യാം. പിന്നെ ഇതാടി നട്ട്സും ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പറിൻ്റെ ലുക്ക് അടിപൊളിയാകുന്നത് അതിൻ്റെ ഫ്ലവറിങ് അടിപൊളിയാകുമ്പോഴാണ്. അപ്പോൾ ഞാനിവിടെ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഇത്രയും ബഞ്ച് ഫ്ലവേഴ്സാണ്. പിന്നെ ബൊക്കയ്ക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു സെൻറ്റർ റോസസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലവറിങ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമായി എന്ന് പറയുന്നത് ആദ്യം ഇതാടി ഇതുപോലൊരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. ഇത് ഫ്ലവറൊക്കെ കുത്തുന്ന ഒരു സ്പോഞ്ചാണ് കേട്ടോ. എന്നിട്ട് ഇതിനൊരു പേപ്പറിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ ഒയാസിസ് എടുക്കാം കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഒയാസിസും യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ അതിനെന്ത് ചെയ്യുക, നമ്മൾ എവിടെയാണോ ഫ്ലവർ ചെയ്യേണ്ടത് അവിടെ ഒരു ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, നമുക്ക് ഓരോ ഫ്ലവേഴ്സായിട്ട് കുത്തി കൊടുത്താൽ മതി കേട്ടോ. ഇതാണ് ഏറ്റവും എളുപ്പമായി. പിന്നെ ചിലർ ഡയറക്റ്റ് തന്നെ ഫ്ലവറിൽ ഗ്ലൂ ഗണ്ണ് തേച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്ന കാണാറുണ്ട്. അതിലും ഏറ്റവും നല്ലത് ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ. പിന്നെ ഫ്ലവർ ചൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ട്രോളിൻ്റെ അതുപോലെ ബാസ്ക്കറ്റിൻ്റെ ഒക്കെ കളറിന് മാച്ച് ആയിട്ടുള്ള ഫ്ലവേഴ്സ് സെലക്ട് ചെയ്യുക. അതുപോലെ ഇപ്പോൾ നിങ്ങൾ വൈറ്റിൽ റോസ് ഫ്ലവറാണ് എടുത്തതെങ്കിൽ പിങ്കിലേക്ക് വരുന്ന ടൈമിൽ വേറെ ഷേപ്പുള്ള വേറെ മോഡൽ ഫ്ലവർ എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ ഇപ്പോൾ പിങ്കിലാണെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ 2 ടൈപ്പ് ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. ഒന്നൊരു പിയോണി ടൈപ്പാണ്, വേറൊരു റോസ് ടൈപ്പാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഷേപ്പിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് സെലക്ട് ചെയ്യുക. ബഞ്ച് ഫ്ലവർ ആകുമ്പോൾ നമുക്കൊരു ഉപകാരമുണ്ട്. ചില ബഞ്ചിൽ സെയിം ഫ്ലവർ ആയിരിക്കില്ല, ഒരേ കളറിൽ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് വരുന്ന ബഞ്ചസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ബഞ്ച് എടുക്കുമ്പോൾ അതാണ് ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ഫ്ലവറിങ് ചെയ്യുന്ന ടൈമിൽ കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ചും കൂടി അട്രാക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഫോക്സ് ബോൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഞാനിവിടെ കപ്പിൾസിൻ്റെ നെയിം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഹാമ്പറിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കണ്ടാലോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഓരോന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായത്. ഇതാടി ആക്രിലിക്കിൻ്റെ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആക്രിലിക് ബോക്സിൽ ഒരു ഗോൾഡ് ലേസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്രോളി ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഇതിൽ എടുക്കാൻ വിട്ടുപോയ ഒന്നാണ്, നമ്മൾ ലാസ്റ്റ് ഒരു ട്രേയിൽ ഫോണും ഗോൾഡും സ്പ്രേയും കൂടി വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കുന്ന ടൈമിൽ എനിക്ക് ഫോണും ഗോൾഡൊന്നും കയ്യിൽ കിട്ടിയിട്ടുണ്ടായിട്ടില്ലേ, അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാതിരുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കണ്ട.